അല്ല കോയാക്ക എന്ത് കൊടുക്കലാണോ അല്ല കൊടുക്കണത്? ആന്ന് ഒരു മഴയില്ലാത്ത കൊടുക്കല്ലോ കൊടുക്കണത്. അപ്പൊ അതുകൊണ്ടല്ലേ നിങ്ങൾ രണ്ടാളും വിളിച്ചെടുത്താൻ തന്നെ കാരണം. വല്ലാത്തൊരു കൊടുതിയായി പോയി. 98ാമത്തെ കണ്ടു, അതും മുടങ്ങി. ഓന്റെ മോറതിന് പെൺകുട്ടിയൊക്കെ പറ്റണ്ടേന്ന്. ഇപ്പൊ എന്തൊക്കെയാ ചൊർക്കൂടാൻ വേണ്ടിട്ട് മോത്ത് കരിയൊക്കെ തേച്ചുകൊണ്ട് വെടി വെച്ച് കളിച്ചുകൊണ്ട്. പെൺകുട്ടിയാക്ക് ഇഷ്ടപ്പെടും. ചെറുക്കന്റെ സ്കൂളിൽ പേരന്റ്സ് മീറ്റിംഗ് ആണ്, ഒപ്പിടാൻ പോവാൻ നിൽക്കുകയാണെന്ന്. എടുത്തുകിടും പറ്റിയാ പോയിട്ട് വരാം. അസ്സലാമലൈക്കോ. പോവാ ദിവസാണോലേ ഇത് നാട്ടുകാരെ അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. അന്റെ അപ്പച്ചിതൊന്നും അറിഞ്ഞിട്ടില്ലേ? അല്ലട മണ്ട, അന്റെ അപ്പച്ചല്ലേ ഇങ്ങനത്തെ കാര്യത്തിലെ മുന്നിൽ പാച്ചില് അതറിഞ്ഞിക്കണോ? ആ വരുന്നു. ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം കേട്ടോടെ. ഇല്ലെന്നുള്ളേ ഞാൻ കാട്ടിത്തരാം. ഇനി വെളുത്തിട്ട് പാറ തന്നെ ഞാൻ ചെയ്യും. അവന്റെ മമ്മൂട്ടിയെ മുടുക്കനായിപ്പ ഇതേതാ ആരാ ഇവൻ? എവനൊന്നും വണ്ടിയൊക്കെ നോക്കുക. അയ്യോ അമ്മാവന്റെ മോനാ കല്യാണ ചെക്കൻ. എവനെന്ത് പറ്റി? എന്താണ് എനിക്ക് മനസ്സിൽ ഇവിടെ ഗ്യാസ് അടുപ്പിന്റെ തോക്ക് തരുമ്പോഴാണ് ഒലക്ക. അതിന്റെ തോക്ക് തന്റെ അടുത്ത് ഇവിടെ കാര്യം പോട്ട് അടുപ്പത്തെ കാര്യം വാരി വെച്ച് കണ്ടാ ഇത്. അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണ മക്കളെ. സമയം കള തൂണല്ലേ ഞാനാണതേ. പറയേ തവളാച്ചാളോട് ഞാൻ ഒപ്പിടാൻ പടച്ചറബേ. അപ്പൊ ബല് മൂന്നാളെ തെറ്റി പിരിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആര് നാട്ടുകാര് മുഴുവൻ പറഞ്ഞു നടക്കണില്ലേ? നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെന്നുണ്ടല്ലേ എന്റെ പെച്ചിനോട് നേരിട്ട് പോയി ചോദിച്ചു. അന്റെ പല കൊമ്പ കൂപ്പിട്ടേ ഇത് വെളുക്കൂല. എടി വെള്ളക്കൊക്കെ ഇത് ഞാൻ റീൽസിൽ കണ്ട സാധനമാണ്. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മരപ്പൊട്ട. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ ലൈസ്. അത് അകത്തേക്ക് സമയമൊന്നും ആയിട്ടില്ല. രാഹുകാലം കഴിയാതെ കേറുന്ന പ്രശ്നമില്ല. എന്തോന്ന് രാഘുവാനം ഒന്നുമില്ല. നമ്മളൊക്കെ പിള്ളേരില്ലേ? അല്ല നമുക്കൊക്കെ പിള്ളേരില്ലെന്ന് ഒറ്റ അടി. ഇപ്പൊ ചളാടാണ്. ഞാൻ എന്താ കാട്ടുന്നു? നിങ്ങൾ മാത്രമേ ഉള്ളൂ പഞ്ഞമുട്ടായിട്ട് മാതിരി മുടിങ്ങനെ നരച്ചോണ്ട് ഇങ്ങനെ നടക്കണേ. നടക്കേ അന്റെ അടുത്ത് നടക്കുള്ളൂ, ഇന്ത്യ അടുത്ത് നടക്കൂല. അല്ല കോയാക്ക, നിങ്ങൾ മൂന്നാൾ തെറ്റിന്നല്ലോ നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടക്കണ്ടല്ലോ. നാരായണ. ഓ നമസ്കാരം സാർ. കൊമ്പക്കാട് കോയാനെ പേടി, പൊന്നാഞ്ചേരി ഹംസപ്പാക്കാ പേടില്ല. പോടാ പൊന്നാച്ചേരിക്ക് വണ്ടിക്കാളി കാക്കാൻ അവിടെ പൊടിഞ്ഞിറക്കാം. എന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അറിയോ കാറി തുപ്പണ്ടെന്നുണ്ടെങ്കിൽ പോയിക്കുജിന്റെ അതല്ലട കാര്യം. എന്റെ മൂത്തത് ഈ കുത്തും പാടക്കാണ് മാറിയിട്ട് ചെന്ന് വെളുത്തിട്ട് എന്റെ കോലം തന്നെ അത് മാറും. എനിക്ക് എല്ലാവരും കേറിയിരിക്കുക. കേറിയവരൊക്കെ അവിടെ ഇരിക്കും. രാഹുകാലം കഴിയാൻ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല. എടാ എന്റെ കല്യാണത്തിന് ഒരു രാഹുകാലം പോയി തല കർപ്പിച്ച് എന്നിട്ട് പോന്നാ. ഞാൻ അതൊക്കെ കൂടെ തേച്ച് കർപ്പിച്ചപ്പോത്തിന് 1 മണിക്കൂറാവും. എന്നിട്ട് പോയാൽ മതി. ഏത് ഉഗാണ്ട കാലഘട്ടത്തിലല്ലേ ഞാൻ ഇറങ്ങിയിട്ടില്ല. വെറുതെ അല്ല ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു. കല്യാണത്തിനല്ലേ എല്ലു പിടിക്കല്ലോ കൊണ്ടുപോകുന്നത്. ഞാൻ അടുത്തടി ഇന്നടിച്ചാനല്ലേ അനക്കടില്ല, വേറെ ആളെ കിട്ടിക്കൊണ്ടു വാ. തന്നെ എന്നാ ഞാൻ വരാം. അല്ല ഇയാളെ ചെന്നി മാറിയില്ലേ? എവിടുന്ന് മാറുന്നു? മാറിക്കണേ ഇങ്ങനെ ആണെങ്കിൽ ഇപ്പച്ചിനോട് പോയി പറഞ്ഞോ. കാതറെ സുഡാൻ 4 മണിയിൽ ആഫ്രിക്കൻ 4 മണിയില്ല. കൊമ്പങ്കാട്ടിലൊരു പന്തൽ പൊന്തണം അത്രേ ഉള്ളൂ. അതിന് ഞാൻ പറഞ്ഞ കേൾക്കൂല. ജനൊന്ന് പോയി പറ വെളുത്തുള്ളി. ഇന്നലെ മെച്ചിന്റെ അടുത്ത് 5 മിനിറ്റോട് മുടി കറക്കണ ഒരു സാധനം വാങ്ങി വെച്ചില്ലല്ലോ. അതെവിടെ കൊണ്ടുപോയാണ് അവൻ വെച്ചേ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആരും തച്ച് കൊടുത്തേ? എന്നിട്ട് എങ്ങോട്ടെങ്ങൾ ഈ പിരാന്തനായിട്ട് പോണു? മഞ്ചേരി പുതിയ ബഡ്ജറ്റ് ഈ പിരാന്തനേറ്റോ എമ്മാതിരി കൊടുക്കല കൊടുക്കണെന്ന് അറിയോ? ആ കൊടുത്തതിന്റെ പേ കൂടെ കിട്ടിക്കണത്. അതല്ല നമ്മളെ മഞ്ചേരി സംഗതി മനസ്സിലായി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. കുറച്ച് വെള്ളം കൊണ്ടാ. ഇപ്പച്ചിയെ കാതറെ കല്യാണം ശരിയാക്കാതെ വെപ്പേരെ ഏൽപ്പിച്ചിട്ട് എന്താ കാര്യം? ഇപ്പച്ചി കല്യാണം ശരിയാവും. ശരിയാവോ? ശരിയായി ആയിട്ടോ ഞാൻ വിളിച്ച എവിടുന്ന്? ആ ഓക്കെ. എങ്ങനെയാ ഞാൻ കർപ്പിക്കുന്ന ഇഷ്ടണ്ടാവും. ഞാൻ പറഞ്ഞോടത്ത് കോനങ്ങൾ കൊണ്ടുപോവാണെങ്കിൽ അടുത്ത പെണ്ണാണല്ലോ എന്നെ ഓന്റെ കല്യാണം സെറ്റ് ആവും. അത് മാത്രല്ല നിങ്ങളെ മുടി വെച്ചിട്ടുണ്ടല്ലോ അതും അവിടെ നിന്ന് നിർത്താം. നേരോ എന്നാ നടക്കേ. മോട്ടിയായി തന്നെ ക്ലീൻ. BSY നോനി ബ്ലാക്ക് ഹെയർ മാജിക് 5 മിനിറ്റോട് മുടി കറക്കുന്നു. ആ നിങ്ങൾ ഞാൻ പഴയ കളിക്കാരന് വന്നിട്ട് എന്ന് കല്യാണം ശരിയാകാനാണ്? അത് ഐസ്ക്രീമാണ് പറ്റിയ. ഐസ്ക്രീം കട്ടെടുത്ത് തേക്കാൻ നിക്കണ്ട. ഇത് തേച്ചാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കറക്കുപ്പിച്ച് പോയി തേച്ച് ഒപ്പിട്ടില്ലേ ഉപ്പുമാല്ല. കോട്ടക്കല് പറമ്പിലങ്ങാടിയിലുള്ള സിയാസ്കിൻ എന്ന് പറയുന്ന ക്ലിനിക്കാണ്. എന്നാ ഞാൻ ഒന്നും നോക്കണ്ട, എല്ലാരും കുപ്പായി മാറ്റി ഇപ്പൊ തന്നെ പോവാ. എനിക്കിത് മതി. അനക്കത് മതി. പോയി മാറ്റി. ആ കരീച്ച ടീച്ചറെ ഇന്ന് കോയന്റെ കോലങ്ങൾ കാണും. 5 minutes later. മാറ്റൂല ഇച്ച് ഞാൻ ഇതെന്നിട്ടുള്ളൂ. ജിന്റെ പരസ്യത്തിൽ കൂടെ നടക്കലോ കൊറേ ദിവസമായി. ഇമ്മച്ചിയെ ആ ഓറഞ്ച്
ഒരു പക്കടോ ലബീബ കൊമ്പങ്ങാട് കോയി ജി വാ ആരടാ ജി ഷർട്ട് ഇട്ടാണ് ഞങ്ങൾ എടുത്തിട്ട് പറയാൻ പോവാ മോട്ടിയോടുക്കോയി മോട്ടിയേ ഇപ്പൊ ഇതാണ് സിയാസ്കിന് ഇവന് കല്യാണം ശരിയാണില്ലേ അപ്പൊ മറ്റേ മൂത്ത് പൂത്തിരെത്തിച്ചാണ്ട് വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ നീ കള്ളനല്ലേ മര്യാദന്റെ ബുക്കും ബാഗും കൊണ്ടേക്കോ എന്റെ പറ്റി കറപ്പിച്ചാൻ പോയതാ വന്നാ ഞാൻ പറഞ്ഞോക്കും സത്യം പറഞ്ഞോ ഇങ്ങോട്ടൊക്കെ ക്ലിയർ ചെയ്യണേ അതൊന്ന് ഇത് എന്നിട്ടത്തിന്റെ കാര്യൊക്കെ ഇവിടുന്ന് പറയണേ ഇവിടെ അല്ലാതെ എവിടെ പറയാ റിസപ്ഷൻ ഇതല്ലേ ഇങ്ങോട്ട് വരി അവിടെ ഡോക്ടറെ ആ വാപ്പാനെ കണ്ട് മനസ്സിലാവില്ല മനസ്സിലായി ആരാണ് ആ എന്റെ പറ്റിയാ ആ വാ ഇന്റെ പറ്റി ഞാൻ മറക്കൂല കറപ്പിച്ചാണ്ട് നിങ്ങളെ എന്നിട്ട് എന്റെ പേരെത്താ സെറ്റായോ എന്നാ പിന്നെ ചെജണ്ടി ഉണ്ടായില്ല എന്റെ വാപ്പാരെ നടക്കുന്നു നമ്മളിവിടെ ചെയ്യണത് സ്കിന്നിന് ഇത് അറിയണില്ല പറ്റിയേ തന്നെ എന്നാ വാ കുഞ്ഞപ്പോ ബുക്ക് എടുക്ക ബുക്ക് എന്തിനാ ഒരു അക്ഷരം പഠിച്ചാ തനിക്ക് ഏതായാലും കൊണ്ടുപോവാ ഞങ്ങൾ നമ്മൾ ഇന്ന്